ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ MLA-മാർ UDF എത്തിച്ച ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. ലീഗിൽ നിന്നും കോഴിക്കോട് നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് നിന്നും മന്ത്രി ഉണ്ടായില്ല. അങ്ങനെ ജയന്ത് പട്ടികയിലേക്ക് വരുമ്പോൾ കോഴിക്കോടിനോട് ഒരു ഫോർമുല കൊടുത്തുകൊണ്ട് കോഴിക്കോടിന് പ്രാതിനിധ്യം കൂടി മന്ത്രിസഭയിൽ ഉറപ്പിക്കാനാകും. OJ ജനീഷിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം, അത് റോജി എം ജോണോ, OJ ജനീഷ് കുമാർ, യൂത്ത് കോൺഗ്രസിന്റെ യൂത്തിന്റെ ഒരു സാന്നിധ്യം കൂടി അവിടെ, പ്രതിനിധീകരണം കൂടി അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായി ജില്ല തിരിച്ചുള്ള, അതേപോലെ തന്നെ ജാതിമത സമവാക്യങ്ങൾ നോക്കിയുള്ള, അതേസമയം തന്നെ യൂത്ത്, കോൺഗ്രസ് യൂത്ത് ഈ സമവാക്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയ ഒരു മന്ത്രിസഭയായിരിക്കും VD സതീശൻ എന്ന വിവരങ്ങളാണ് കൂടുതൽ വരുന്നത്. പക്ഷേ കാൽക്കുലേറ്റഡ് ആകുമ്പോഴും KC പക്ഷത്തിന് പൂർണ്ണ ഒരു എഡ്ജുള്ള മന്ത്രിസഭ കൂടിയാകുന്നു. OJ ജനീഷ് കുമാർ അടക്കം KCയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് ആയ മന്ത്രിസഭ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ ഒരു അന്തിമ പട്ടിക പുറത്തേക്ക് വരും. നിലവിൽ 11+1 എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം 12 കോൺഗ്രസ് MLA-മാരിൽ മന്ത്രിമാരാകുമ്പോൾ ഏറ്റവും പുതിയ ചിത്രം വരുമ്പോൾ ഏറ്റവും അവസാനം ജയന്തോ, റോജി എം ജോണോ, അതേപോലെ തന്നെ ചാണ്ടി ഉമ്മനോ, ജനീഷ് കുമാർ അടക്കം 4 പേരിൽ കൂടി തുലാസിലുണ്ട്. അതിൽ ആരായിരിക്കും ഔട്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ചാണ്ടി ഉമ്മന് വേണ്ടി ഓർത്തഡോക്സ് സഭ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ആകുമോ, റോജി എം ജോൺ ആകുമോ, അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രാതിനിധ്യം അടക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ OJ ജനീഷ് കുമാർ ആകുമോ, ജയന്ത് ആകുമ്പോൾ കോഴിക്കോട് നിന്നൊരു മന്ത്രി എന്ന ആഗ്രഹ സഫലീകരണം കൂടി, കോഴിക്കോടിന് പ്രാതിനിധ്യമില്ല രീതിയിൽ ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സഫലീകരണം കൂടി ജയന്തിന്റെ പേര് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. എന്തായാലും അവസാന നിമിഷം ഏതാണ്ട് 5:30 കൂടിയാണ് ഈ പട്ടിക കൈമാറുന്നത്. ആ അവസാന നിമിഷത്തിൽ പട്ടികയുമായി VD സതീശൻ ലോക്ഭവനിലേക്ക് എത്തുമ്പോഴും പേരുകൾ തുലാസിലാകുന്നു, ചില പേരുകൾ എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഘടകകക്ഷികൾ ഒരു ഭാഗത്ത് സമവായത്തിലേക്ക് എത്തുമ്പോൾ ആവശ്യപ്പെട്ട സീറ്റുകളിൽ നിന്ന് പിന്നോട്ട് പോയി അവരുടെ മന്ത്രിമാരെ അറിയിച്ചു. ആരൊക്കെ മന്ത്രിമാരാകുന്ന കാര്യത്തിൽ വ്യക്തത വരുമ്പോഴും കോൺഗ്രസിന്റെ VD സതീശനുള്ള 12 മന്ത്രിസഭയിൽ 12 പേരിൽ ആരൊക്കെയായിരിക്കും ഈ പറഞ്ഞ മന്ത്രിസഭയിലേക്കുള്ള എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ചിലരുടെ പേരുകൾ അവസാന നിമിഷം പോലും സർപ്രൈസ് എൻട്രി എന്ന കണക്കെ പുതിയ പേരുകൾ കൂടി വരുന്നുണ്ട്. അനുജ, അതാണ് ടി സിദ്ദിഖ് ഉണ്ടാകും. ഒപ്പം തന്നെ IC ബാലകൃഷ്ണനും തുളസിയും ടേം വ്യവസ്ഥയിൽ പങ്കിടും എന്നുള്ളതാണ്. IC ബാലകൃഷ്ണന്റെ പേര് വെട്ടിയോ എന്നൊക്കെ ഒരു സംശയം ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. പക്ഷേ IC ബാലകൃഷ്ണൻ അത് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം കൂടിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ വയനാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ ഉണ്ടാകും, ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും. മറ്റൊന്ന് 2 വനിതാ മുഖങ്ങളാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ളത്. തുളസിയും ബിന്ദു കൃഷ്ണയും, അവർ 2 വനിതകളായി ഈ ക്യാബിനറ്റിൽ ഉണ്ടാകും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 4 പേരുകൾ അവസാനമായി ഉയർന്നു കേൾക്കുന്നത് റോജി എം ജോൺ, ചാണ്ടി ഉമ്മൻ, OJ ജനീഷ്, K ജയന്ത്. ഇതിൽ ആരാണ് എന്നുള്ളതാണ്. കോഴിക്കോടിന്റെ പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിന്റെ പേരിലൊക്കെയുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട്. അത് പ്രധാനമായും യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ തീരുമാനമുണ്ടാകുമോ എന്നത് നമുക്കറിയാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ലോക് ഭവനിലെത്തിയ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റേതാണ്. അദ്ദേഹം ഈ പട്ടിക ഗവർണർക്ക് കൈമാറുകയാണ്. അതിനുശേഷം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. പിന്നീട് നാളെ നടക്കാനിരിക്കുന്നത് വലിയ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി തന്നെ നടത്താൻ UDF ഒരുങ്ങുകയാണ്. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് മടങ്ങിയെത്തുന്ന UDF-നെ സംബന്ധിച്ച് വലിയൊരു മുഹൂർത്തമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചതാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിമാർ, കർണാടക, തെലങ്കാന, ഹിമാചൽ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ എത്തും. കൂടാതെ വിജയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ഏതായാലും വലിയൊരു പരിപാടിയാണ് നടക്കുന്നത്. അതിന് മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മന്ത്രിമാർ ആരൊക്കെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതിൽ ചെറിയ ചില അവ്യക്തതകൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ശ്രീജിത്ത് അതിന് കൃത്യമായൊരു വിവരം നമുക്ക് നൽകുമെന്ന് കരുതുകയാണ്. OJ ജനീഷ് ഒക്കെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ്. K തുളസി, OJ ജനീഷ് കുമാർ, റോജി എം ജോൺ എന്നുള്ള പേരുകളാണ് സർപ്രൈസായി വരുന്നത്. ഒരു വനിതാ പ്രാതിനിധ്യം അടക്കെ നേരത്തെ ബിന്ദു കൃഷ്ണ മാത്രമാണ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഒപ്പം പേര് ചേർത്തിരുന്ന ഷാനിമോളുടേതാണ്. അപ്പോൾ ജാതിമത സമവാക്യങ്ങൾ വരുമ്പോൾ ഷാനിമോൾക്ക് ആ മന്ത്രിസ്ഥാനത്തേക്ക് OJ ജനീഷ് മന്ത്രിയാകും എന്നുള്ള വളരെ പ്രധാന, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇത് അവസാന നിമിഷം വരുന്നൊരു ട്വിസ്റ്റ് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ലീഗിന്റെ പ്രഖ്യാപനം, പട്ടിക പ്രഖ്യാപനം 5:30 പാണക്കാട് സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളെ കണ്ട് നടത്താൻ പോകുന്നത് എന്നതുകൂടി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. OJ ജനീഷ് മന്ത്രിയാകും, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോൾ B ദിലീപ് കുമാർ ലോക്ഭവൻ ചെയ്തു. BDK ഇപ്പോൾ ഒരു ചിത്രം തെളിയുന്നു. പല പേരുകളും അവസാന നിമിഷം സർപ്രൈസായി മന്ത്രിമാരുടെ പട്ടികയിലേക്ക് വരുന്നു. വിവരങ്ങൾ എപ്പോഴേക്ക് പട്ടിക കൈമാറും? സുഹൈൽ, പട്ടിക കൈമാറുന്നതിനായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ ലോക് ഭവന് ഉള്ളിലുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പട്ടിക അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. പട്ടികയിൽ ആരൊക്കെ, അതായത് അവസാന നിമിഷം വന്നിട്ടുള്ള ചില പേരുകൾ, പ്രധാനപ്പെട്ട പേരുകളുണ്ട്. OJ ജനീഷിനെ പോലെയുള്ള ചില സർപ്രൈസ്
ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട്, അത്തരം പേരുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പേരുകളൊക്കെ ആ നിലയിൽ വന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും ഇനി അറിയേണ്ടിയിരിക്കുന്നു. ടി സിദ്ദിഖ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നതാണ്. അങ്ങനെ ഈ പട്ടിക മന്ത്രിമാരുടെയും പട്ടിക നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയാണ് ഇപ്പോൾ ഗവർണർ RV അർലേക്കർക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ ലോക് ഭവനിലെത്തി കൈമാറിയത്. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇനി ഈ മന്ത്രിസഭാംഗങ്ങളായുള്ള ഈ അവസാന നിമിഷം ഈ പട്ടികയിലേക്ക് കടന്നുകൂടിയിട്ടുള്ളവരുടെ പേരുകൾ സംബന്ധിച്ച കാര്യത്തിലാണ് ഇനി അറിയാനുള്ളത്. അതിൽ ചാണ്ടി ഉമ്മനുണ്ടോ, റോജി എം ജോൺ ഉണ്ടോ എന്ന കാര്യത്തിലാണ്. റോജി എം ജോണിന് ഒരു വിളിയും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചാണ്ടി ഉമ്മനുണ്ടോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ താൽപര്യം കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ അതിൽ യുദ്ധം കൂടി ഉണ്ടാകണം എന്ന അംഗങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകണം. അതിൽ മറ്റ് സമവാക്യങ്ങളൊന്നും നോക്കേണ്ടതില്ല. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണം എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് ഇടം നേടുന്നത്. റോജി എം ജോൺ മന്ത്രിസഭയിലേക്ക് വരുന്നു. അങ്ങനെ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും കൂടി ഉൾപ്പെട്ട ഒരു മന്ത്രിസഭയായിരിക്കും VD സതീശൻ നേതൃത്വം നൽകുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏതായാലും പറയാൻ കഴിയുന്നത്. പരിചയസമ്പന്നരായ നിരവധി പേർ ഈ മന്ത്രിസഭയിൽ ഇതിനകം തന്നെ അവർ മന്ത്രിമാരായി ഒരുപക്ഷെ വളരെ പരിചയമുള്ളവർ കുറവായിരിക്കാം. പക്ഷേ നിയമസഭാംഗങ്ങൾ എന്ന നിലയിൽ തഴക്കവും പഴക്കവും വന്ന നിരവധി പേർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതുമുഖങ്ങളായി OJ ജനീഷ്, റോജി എം ജോൺ നേരത്തെ തന്നെ നിയമസഭാംഗമാണ്. അത് റോജി എം ജോൺ കൂടി പക്ഷേ മന്ത്രി പദവി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യമായി റോജി എം ജോണും ഈ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നതാണ്. അത് മറ്റ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറം ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾ വാദിച്ചിട്ടുള്ള ചില നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നിലയിൽ OJ ജനീഷിനെയും റോജി എം ജോണിനെയൊക്കെ പോലെയുള്ളവരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ അത് ഘടകകക്ഷി മന്ത്രിമാർ നൽകിയ പട്ടിക അതേപടി അംഗീകരിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും മാണി സി കാപ്പനും മന്ത്രിമാരായി അവർക്ക് ഫുൾ ടൈം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ 2.5 വർഷം വീതം എന്ന ധാരണയിലാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിലും അതുപോലെ 2.5 വർഷം വീതം എന്ന നിലയിൽ IC ബാലകൃഷ്ണന്റെയും KA തുളസിയുടെയും പേര് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നതാണ്. ആ നിലയിലുള്ള ചില ടേം വ്യവസ്ഥകൾ പ്രകാരമുള്ള മന്ത്രിമാർ കൂടി ഇത്തവണ ഉണ്ടാകും. ഏതായാലും 21 അംഗ മന്ത്രിസഭ സമ്പൂർണ്ണ മന്ത്രിസഭയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.